ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ അടുത്ത ഐറ്റം ഒരു ഷറാറ പാൻസ് ആണ്. ഷറാറ പാൻസ് പിന്നെ കുറച്ച് നാൾ മുമ്പ്, അതായത് ഒരു 10-12 വർഷം മുമ്പൊക്കെ നല്ല ട്രെൻഡായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അത് ഔട്ട് ഓഫ് ഫാഷനായി. പക്ഷേ ഇപ്പോൾ ഒരു കുറച്ച് കാലമായിട്ട് വീണ്ടും അത് ട്രെൻഡായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ കൂടുതലും കാണുന്നത് പാർട്ടി വെയർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഉപയോഗത്തിന് അത്ര പിന്നെ അത് കാണുന്നില്ല. പക്ഷെ എങ്കിലും പാർട്ടി വെയർ ആയിട്ട് നല്ല വർക്കൊക്കെ ഉള്ള തുണിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകുന്നുണ്ട്. അത് നല്ലോണം കാണുന്നുമുണ്ട് ആ വിധത്തിൽ. അപ്പം ഇത് നിങ്ങൾ പിന്നെ പാരലൽ പാൻസ് തയ്ച്ചവരാണെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. അപ്പം എൻ്റെ പാരലൽ പാൻസിൻ്റെ വീഡിയോസ് ട്യൂട്ടോറിയൽ നമ്പർ 17, 18, 19 ആണ് അതിൻ്റെ ഗ്രാഫ്, കട്ടിങ്, സ്റ്റിച്ചിങ്. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ ഇത് വളരെ എളുപ്പമായിരിക്കും. അതിൽ കുറച്ചും കൂടി എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇതിപ്പോൾ ഞാൻ ഒറ്റ ലെയറിലാണ് ചെയ്യുന്നത്. അതായത് ഒരു മുട്ട് വരെ ഒരു പാർട്ട്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രില്ലുള്ള പാർട്ട്. അപ്പം ഇത് തന്നെ 2, 3, 4 ലെയർ വരെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫ്രില്ലിടുന്നതിന് പകരം അംബ്രല്ലായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വ്യത്യസ്ത മോഡലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിച്ചാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ ഇത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ കട്ടിങ്, ഇതിൻ്റെ അളവെടുക്കുന്ന വിധവും പിന്നെ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ നമ്പർ 16-ൽ ഞാൻ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അളവെടുക്കുന്ന വിധവും മനസ്സിലാവും. ഇപ്പം ഞാൻ ഒരു പാൻറ്റ് വെച്ചിട്ടാണ് അളവെടുക്കുന്നത്. നിങ്ങൾ ഈ ടൈപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങളടുത്ത് ഒരു പാരലൽ പാൻസ് ഉണ്ടായാൽ മതി. അതിൻ്റെ വെച്ച് അളവെടുക്കുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് ലെങ്ത്ത് എടുക്കുമ്പോൾ നിങ്ങൾ മുട്ട് വരെയുള്ള ഒരളവ് എടുക്കണം. മുട്ടിൻ്റെ തൊട്ട് മീതെ, അതായത് മുട്ടിൻ്റെ അളവിൻ്റെ അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ടായിരിക്കണം എടുക്കേണ്ടത്. അതായത് മുട്ടിൻ്റെ 1 ഇഞ്ച് മുകളിലാണ് ഈ ഒരു ലെയർ തുടങ്ങേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു അളവ് എടുക്കണം. മുട്ടിൻ്റെ തൊട്ട് മീതെയുള്ള ഒരു ലെങ്ത്ത്. അതുപോലെ തന്നെ വേസ്റ്റ് ലെങ്ത്ത് ടോട്ടൽ എടുത്തിട്ട് അതിനെ /2 ആക്കണം. അതുപോലെ നിങ്ങൾ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ട്യൂട്ടോറിയൽ നമ്പർ 16-ൽ പിന്നെ ഈ പാൻറ്റ് വെച്ച് അളക്കുന്നതാണ് വിശദമായി കാണിക്കുന്നുള്ളത്. പക്ഷേ നിങ്ങളിപ്പം പാൻസ് ഇല്ല, ആളെ വെച്ചെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പിന്നെ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിപ്പം പാൻറ്റ് വെച്ചിട്ടുള്ള അളവ് വെച്ച് തന്നെ ഞാൻ കാണിച്ചു തരാം. ആളെ വെച്ചിട്ടുള്ള ഞാൻ പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ പാൻറ്റ് വെച്ചാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം പിടിച്ചെടുത്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് കൂട്ടിയാൽ മതി. പക്ഷേ ഇപ്പം ഞാൻ ഫുൾ ലെങ്ത്താണ് ആദ്യം എഴുതിയിട്ടുള്ളത് 39. അപ്പോൾ ഫുൾ ലെങ്ത്ത് വരുമ്പോൾ മീതെ മുതൽ താഴെ വരെ ഉള്ളതാണ്. പിന്നെ അതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് വീണ്ടും എഴുതുന്നത് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട്. പാർട്ട് 1 എന്ന് പറയുന്നത് മുട്ടിൻ്റെ 1 ഇഞ്ച് മുകളിൽ വരെയുള്ള ലെങ്ത്താണ്. അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടേണ്ടത് മീതെ നമുക്ക് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ താഴത്തെ രണ്ടാമത്തെ പാർട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് സ്റ്റിച്ചിങ്ങിനും വേണ്ടി എടുക്കണം. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് എത്രയാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ /2 ആക്കിയിട്ട് അതിൻ്റെ കൂടെ സ്റ്റിച്ചിങ്ങിന് 1/2 ഇഞ്ച് കൂട്ടിയാൽ മതി. പിന്നെ നമുക്ക് ക്രോച്ച് ലെങ്ത്താണ്. ക്രോച്ച് ലെങ്ത്ത് എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ ട്യൂട്ടോറിയൽ നമ്പർ 16-ൽ വിശദമായി പറയുന്നുണ്ട്. എങ്കിലും നിങ്ങൾ പാൻസ് ഉണ്ടെങ്കിൽ പാൻസ് വെച്ച് അളന്നിട്ട് തന്നെ എടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ ടോട്ടൽ ലെങ്ത്തിൻ്റെ 1/3 എടുത്താൽ മതി. നിങ്ങൾക്ക് എത്രയാണ് ടോട്ടൽ ലെങ്ത്ത് ഉള്ളത് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന അളവ് എടുത്താൽ മതി. അതിൻ്റെ കൂടെ ക്രോച്ച് ലെങ്ത്തിൻ്റെ കൂടെയാണ് നമുക്ക് മീതെ മടക്കി അടിക്കാൻ. ഇപ്പോൾ നമ്മൾ ലെങ്ത്തിൽ പറഞ്ഞല്ലോ എലാസ്റ്റിക് വെക്കാനുള്ള, അതും ഈ ക്രോച്ച് ലെങ്ത്തിൻ്റെ കൂടെ കൂട്ടണം. കാരണം അതിൽ വരുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ക്രോച്ച് ലെങ്ത്ത് എടുത്തിട്ട് പിന്നെ അത് 2 ഇഞ്ച് മടക്കി കഴിഞ്ഞാൽ പിന്നെ അത് അളവ് കുറഞ്ഞു പോകും. അതുകൊണ്ട് ആ ലെങ്ത്ത് ഇതിൻ്റെ കൂടെ കൂട്ടിയെടുക്കുക. അതുപോലെ തന്നെ ക്രോച്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ 2 കാല് വേറെ വേറെ ആകുന്ന ആ ഭാഗത്തുള്ള ഒരു വിഡ്ത്താണ്. അപ്പോൾ അത് നമുക്ക് പിന്നെ നമ്മൾ വേസ്റ്റ് വിഡ്ത്ത് എടുത്തതിൻ്റെ കൂടെ +2 ഇഞ്ച് ഒരു സാധാരണ ഒരു കുട്ടികളൊക്കെ ആണെങ്കിൽ അത്ര മതി. പക്ഷെ കുറച്ച് തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഒരു 2.5 അല്ലെങ്കിൽ നല്ലോണം തടിയുള്ളവരാണെങ്കിൽ ഒരു 3 ഇഞ്ച് വരെ കൂട്ടിയെടുക്കണം. അപ്പോൾ വേസ്റ്റ് വിഡ്ത്തിൻ്റെ കൂടെ പിന്നെ ഒരു 2, 2.5, 3 ഇങ്ങനെ കൂട്ടി. ഇപ്പം ഞാൻ 2.5 എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു നിങ്ങൾ ആൾക്കനുസരിച്ച്, അപ്പോൾ കൂടുതൽ നല്ല തടിയൊക്കെ ഉണ്ടെങ്കിൽ 3 എടുക്കുക. ഇല്ല നല്ല മെലിഞ്ഞ കുട്ടികളൊക്കെ ഒരു 10-15 വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ 2 ഇഞ്ച് മതി. ഇല്ലെങ്കിൽ ഒരു 2.5 എടുത്തിട്ട്
വേസ്റ്റ് വിഡ്ത്തിൻ്റെ കൂടെ കൂട്ടിയിട്ട് അത്രയും കൂടി എടുത്ത് അത് ആ അളവാണ് ക്രോച്ച് വിഡ്ത്ത്. പിന്നെ നമ്മൾ മുട്ടിൻ്റെ അടുത്തുള്ള വിഡ്ത്ത് എടുക്കണം. അതെന്തിനാന്ന് പറഞ്ഞാൽ അവിടെ അതും നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. നല്ല ലൂസിൽ തന്നെ വേണമെങ്കിൽ അതിനനുസരിച്ച് ലൂസിലെടുക്കാം. അല്ല അവിടെ ആ ഭാഗത്ത് കുറച്ച് ടൈറ്റായിട്ട് വേണമെങ്കിൽ കുറച്ച്, പിന്നെ ഭയങ്കര ടൈറ്റ് ആക്കണ്ട, മുട്ടിൻ്റെ ചുറ്റും ഒന്ന് ടേപ്പ് വെച്ച് അളന്ന് നോക്കുക. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ അരയിഞ്ച് സ്റ്റിച്ചിങ്ങും കൂട്ടിയ അളവാണ് അവിടെ ഇടേണ്ടത്. അപ്പോൾ അതായത് അത് ഭയങ്കര ടൈറ്റായിട്ടൊന്നും എടുക്കണ്ട, കുറച്ച് ഒരു ലൂസ്. ഇനി നല്ലോണം ലൂസ് വേണമെങ്കിൽ ആ നല്ലോണം ലൂസ് തന്നെ, പ്രത്യേകിച്ച് ഷേപ്പ് ചെയ്യാതെയും എടുക്കാം അവിടെ. ഇത് ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് കട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ഫ്രില്ല് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് നിന്ന് ഫസ്റ്റ് പാർട്ടിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്ത് കിട്ടുന്ന അളവാണ് സെക്കൻഡ് പാർട്ടിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ലെങ്ത്ത് ഫസ്റ്റ് പാർട്ട് ടോട്ടൽ ലെങ്ത്ത് മൈനസ് ഫസ്റ്റ് പാർട്ട് ലെങ്ത്ത്, അതിൻ്റെ കൂടെ സ്റ്റിച്ചിങ്ങിന് അരയിഞ്ച് കൂട്ടണം. ഈ 2 പീസും കൂടി ജോയിൻ ചെയ്യാനുള്ളത്. പിന്നെ പ്ലസ് താഴെ മടക്കി അടിക്കാൻ 1.5 ഇഞ്ച്, അതിനിപ്പോൾ 1 ഇഞ്ചായാലും വലിയ കുഴപ്പമില്ല, 1.5 1 എടുക്കുക അവിടെ നമ്മളെ വീതിക്കനുസരിച്ച്. അതാണ് സെക്കൻഡ് പാർട്ടിൻ്റെ ലെങ്ത്ത്. ഇനി സെക്കൻഡ് പാർട്ടിൻ്റെ വിഡ്ത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മിനിമം നമ്മൾ ഈ നീ വിഡ്ത്ത് എടുത്തിട്ട് അടുത്ത അളവുണ്ടല്ലോ അതിൻ്റെ ഡബിള് മിനിമം ഉണ്ടാവണം. അതായത് നീ വിഡ്ത്ത് ഇൻറ്റു 2 ഇത് എന്തായാലും ഉണ്ട്. അത്ര അളവില്ലാഞ്ഞാൽ തീരെ ശരിയാവില്ല. പക്ഷേ നിങ്ങൾക്ക് തുണി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഫ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഈ നീ വിഡ്ത്ത് ഇൻറ്റു 3 എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ഇതിന് നല്ല തുണി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കുഴഞ്ഞ് നിൽക്കുന്ന തുണികളാണ് ഏറ്റവും നല്ലത്. കാരണം ആ കുഴഞ്ഞ് നിൽക്കുന്ന തുണിയിൽ ഇത് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും, കുറച്ചും കൂടി കാണാം. അതുപോലെ വർക്കൊക്കെ ഉള്ള നല്ല കുഴഞ്ഞ് നിൽക്കുന്ന തുണിയൊക്കെ എടുത്താൽ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് വരക്കാം. അപ്പോൾ ഗ്രാഫിൻ്റെ പ്രാധാന്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രാഫ് വരക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഗ്രാഫ് വരച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ആ കട്ടിങ്ങിൽ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഗ്രാഫ് വരക്കുക. ഒരു ഗ്രാഫ് ബുക്ക് വാങ്ങിയിട്ട് അതിൽ വരച്ച് അതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പം ഇതിൽ നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്യേണ്ടത് ഈ പാർട്ട് 1ൻ്റെ പീസാണ്. അപ്പോൾ പാർട്ട് 1 ബാക്ക് പാർട്ടും ബാക്കിലെയും ഫ്രണ്ടിലേക്കുമായിട്ട് 4ആയിട്ട് മടക്കി വെക്കാം. അപ്പോൾ ഈ മടക്കേണ്ടത് നമ്മൾ ക്രോച്ച് വിഡ്ത്തിൻ്റെ ആ ഒരു വിഡ്ത്തിലാണ് തുണി മടക്കേണ്ടത്. കാരണം നമുക്ക് വേസ്റ്റ് വിഡ്ത്തിനേക്കാളും കൂടുതലുള്ളത് ക്രോച്ച് വിഡ്ത്താണ്. അപ്പോൾ ആ ഏത് വിഡ്ത്താണോ കൂടുതലുള്ളത് ആ അളവിലായിരിക്കണം നമ്മളെപ്പോഴും തുണി മടക്കുന്നത്. അപ്പോൾ 4ആയി ക്രോച്ച് വിഡ്ത്തിൻ്റെ വീതിയിൽ നമ്മൾ തുണി മടക്കുക. അതിന് ശേഷം ലെങ്ത്ത് മാർക്ക് ചെയ്യാം, അതായത് പാർട്ട് 1ൻ്റെ ലെങ്ത്ത്. പിന്നെ നമുക്ക് അതിൽ തന്നെയാണ് ക്രോച്ച് ലെങ്ത്ത് എടുക്കേണ്ടത്. അപ്പോൾ ആ പീസിൻ്റെ ഓപ്പൺ സൈഡിലായിട്ട് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. പിന്നെ താഴെ നീ വിഡ്ത്തും മാർക്ക് ചെയ്യാം. അപ്പം അങ്ങനെ 4ആയി നമ്മൾ മടക്കിയ ആ തുണിയിൽ നമുക്ക് ഈ പാർട്ട് 1 കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 4ആയി മടക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം മാർക്ക് ചെയ്യേണ്ടത് അതിൻ്റെ വേസ്റ്റ് വിഡ്ത്താണ്. അപ്പോൾ ഇതൊക്കെ മാർക്ക് ചെയ്ത് തുണി മടക്കിയതിന് ശേഷം വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് താഴോട്ട് ഈ ക്രോച്ച് ലെങ്ത്തിൻ്റെ ആ ലെങ്ത്തിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ക്രോച്ച് ലെങ്ത്ത് വരെ ആ ലൈൻ വരച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ അതായത് ക്രോച്ച് ലെങ്ത്തും വേസ്റ്റ് വിഡ്ത്തും ജോയിൻ്റ് ആകുന്ന ആ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ 3 ഇഞ്ചിൽ നിന്ന് ഒരു കേവ് വരച്ചു കൊടുക്കുക. അതായത് നമ്മൾ കൈക്കുഴിയൊക്കെ വരക്കുന്ന ആ ഒരു മോഡലിൽ തന്നെ, അതായത് അധികം ഡീപ്പായിട്ട് വരക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊരു കേവ്, അതായത് ക്രോസ് ലൈൻ വരച്ചിട്ട് അതിനെ ഒന്ന് ഒരു 1/2 ഇഞ്ച് കേവ് ആക്കിയ പോലെ ആക്കിയാൽ മതി. ഇനി അതിന് ശേഷം അവിടുന്ന് നമുക്ക് ഈ നീ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടത്തേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, നീ വിഡ്ത്ത് നിങ്ങൾക്ക് ഫുള്ള് ലൂസിൽ തന്നെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ കുറച്ചൊന്ന് ഒതുക്കി കൊടുക്കുക, അതായത് അധികം ടൈറ്റ് ആവണ്ട. അപ്പോൾ ഇനി നമുക്ക് പാർട്ട് 2 കട്ട് ചെയ്യാം. അപ്പോൾ പാർട്ട് 2ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമുക്ക് ആ പാർട്ട് 2ൻ്റെ പിന്നെ ലെങ്ത്തും നമുക്ക് വിഡ്ത്ത് വേണ്ട, ഞാൻ പറഞ്ഞല്ലോ നീ വിഡ്ത്തിൻ്റെ ഡബിളായിരിക്കണം മിനിമം എങ്കിലും.
അത് നമുക്ക് തുണി ഉണ്ടെങ്കിൽ അഥവാ നമുക്ക് കുറച്ചുകൂടി നല്ല ഫ്രില്ല് വേണമെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു × 3 എടുക്കാം, അല്ലെങ്കിൽ മിനിമം 2 എങ്കിലും ഉണ്ടാവണം. അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ തീരെ ഫ്രില്ല് കിട്ടൂല, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഇതുപോലെ തന്നെ 4ആയി മടക്കിയിട്ട് പിന്നെ ഈ ലെങ്ത്തും ഈ വിഡ്ത്തും എടുത്താൽ നമുക്ക് പാർട്ട് 2ൻ്റെ ഗ്രാഫായി. അപ്പോൾ ഇനി ഇപ്പം നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞ തന്നെ ഇത് കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവണമെങ്കിൽ കുറച്ചും കൂടി തുണി ഉണ്ടാവുന്നത് തന്നെയാണ് നല്ലത്. അപ്പം ആ വിഡ്ത്തിനനുസരിച്ച് മടക്കാം. ഇത് വേറെ ഒന്നും ചെയ്യാനില്ല, ഇതിന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി പിന്നെ അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാ ഇതിൻ്റെ കട്ടിങ് വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പം നിങ്ങൾ അതപ്പോൾ അപ്പോഴേക്കും നിങ്ങൾ ഈ ഗ്രാഫ് ഒന്ന് നന്നായി വരച്ച് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അളവെടുക്കേണ്ട വിധം പിന്നെ പാരലൽ പാൻസിൻ്റെ കട്ടിങ്, ഗ്രാഫ്, സ്റ്റിച്ചിങ് ഇതൊക്കെ ട്യൂട്ടോറിയൽ നമ്പർ 16 അളവെടുക്കേണ്ട വിധവും 17 ഗ്രാഫ്, 18 അതിൻ്റെ കട്ടിങ്, 19 സ്റ്റിച്ചിങ്. അപ്പോൾ പാരലൽ പാൻസിൻ്റെ അത് നിങ്ങളൊന്ന് കണ്ടുവെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ ഉടനെ കാണാം.